ഹായ് ഗേസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബസന്ത് മേരാ ഗാവുക എന്നുള്ള പാഠഭാഗമാണ്. ആ ഒരു പാഠഭാഗത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഫൂൾ ദൈ ത്യോഹാർ. അപ്പോൾ ഫൂൾ ദൈ ത്യോഹാറിനെ പറ്റിയിട്ട് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു ടിപ്പണി എഴുതാൻ പറയാം. അപ്പോൾ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്ററിനെ പറ്റി പഠിക്കണം. എഴുതിയ വ്യക്തിയുടെ പേരെന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, പിന്നെ അത് കിസ് വിധാക്കി രചന, ഏത് തരത്തിലുള്ള രചനയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് പാഠഭാഗത്തിൻ്റെ പേര്. ഇത് മൂന്നും മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ടിപ്പണി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയമാണ് ഇനി അടുത്തത് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിഷയത്തിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫൂൾ ദൈ ത്യോഹാർ കെ ബാരേമേം ടിപ്പണി ലിഖി എന്നാണ് അല്ലേ. അപ്പോൾ ഫൂൾ ദൈ ത്യോഹാറിനെ പറ്റിയിട്ട് ഒരു 4-5 ലൈൻസ് എഴുതി വെക്കാമെന്നാണ് പറയുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകാം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ 3 മലനിരകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് പഞ്ചാജോലി, ചൗഗമ്പ, നന്ദപർവ്വത്, ഈ 3 മലനിരകളെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 മലനിരകൾക്കും ഇടയിലൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമയം അത് കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ സീസൺസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ടൈം എന്ന് പറയുന്നത് സൂര്യൻ ഓരോ മലനിരകളിലൂടെയും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് ആണ് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ബസന്ത് ബൗരാനെ ലക്ത, എങ്ങനെയാണ് വസന്തം പൊട്ടി വിരിയുന്നത്. അപ്പോൾ 2 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്യോംലി കെ പീലെ ഫുൽ ഗിൽനെ ലക്താഹെ, അതായത് നമ്മളെ ഫ്യോംലി എന്ന് പറഞ്ഞിട്ടുള്ള പൂവിൻ്റെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ പൊട്ടി വിരിയാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ സർസോം കി പീലായി പസർ ദേഖ് സക്താഹെ, കടുകുകളുടെ മഞ്ഞപ്പൂക്കൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും 2 പോയിന്റ്സ് മനസ്സിലാക്കിയെടുക്കുക. ബസന്ത് ബൗരാനെ ലക്ത എന്ന് പറയുമ്പോൾ 2 പോയിന്റെങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനിയാണ് നമുക്ക് ഫൂൾ ദൈ ത്യോഹാറിനെ പറ്റി പറയേണ്ടത്. ഫൂൾ ദൈ ത്യോഹാർ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഉത്സവമാണ്. അത് ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ നടക്കുന്ന കുട്ടികളുടെ ഉത്സവത്തിന് സലാഹ് ദേന, ഉപദേശങ്ങൾ നൽകുന്നത് വലിയ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ വലിയ ആൾക്കാരാണ് ഇവിടെ ഉപദേശങ്ങൾ നൽകുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കുട്ടികളുമാണ് കേട്ടോ. കുട്ടികൾ രാവിലെ തന്നെ അല്ലേ, സുബഹ് ഏറ്റവും പ്രഭാതത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സുബഹ അല്ല, നമ്മൾ ഷാം, വൈകിട്ട് പൂക്കൾ പറിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കുട്ടികൾ പൂക്കൾ ഒരു ഗാഗരോം കെ ഊപ്പർ രക്കാ ചാത്താ ഹെ, ഒരു മൺകുടത്തിന് മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ മൺകുടത്തിന് മുകളിൽ ഒരു ബാസ്കിയക്ക് പ്രജാതി റിങ്കാൽസെ ബനി ടോക്കരിയാംകോ രക്കാ ചാത്താ ഹെ, അതായത് മുള കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേക തരത്തിലുള്ള കൊട്ടയിൽ എന്ത് വെക്കുന്നുണ്ട്, ആ പൂക്കൾ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് രാവിലെ വരെ വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. പിന്നെ അതിൽ ആ ഒരു പൂക്കൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ആ പൂക്കൾ എടുത്തുകൊണ്ട് പല വ്യക്തികളുടെയും വീടിൻ്റെ ഉമ്മറപ്പടിയിൽ അലങ്കരിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ അലങ്കരിച്ച് വെക്കുമ്പോൾ ഏത് വീടിൻ്റെ ഉമ്മറപ്പടിയിലാണോ ഈ ഒരു പൂക്കൾ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് അവർ ആ കുട്ടികൾക്ക് ശർക്കര കൊടുക്കുന്നുണ്ട്, ദാല് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ദാൽ എന്ന് വെച്ചാൽ പരിപ്പ്, ഗുഡ്, ശർക്കര, ചാവൽ, ഇത് 3ഉം അവർക്ക് കൊടുക്കുന്നുണ്ട്. ദക്ഷിണയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ദക്ഷിണയായിട്ട് കൊടുത്തിട്ടുള്ള ഈ വസ്തുക്കളെല്ലാം 21 ദിൻ ഇക്കട്ടാ കർത്തീഹ്, 21 ദിവസമാണ് അവർ ശേഖരിച്ച് വെക്കുന്നത്. ആ 21 ദിവസം ശേഖരിച്ച് വെച്ചതിന് ശേഷം 21ാമത്തെ ദിവസം അല്ല, അവർ അടുത്ത ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഉത്സവം അവർ നടത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഫൂൾ ദൈ ത്യോഹാർ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അവിടെ സാമൂഹിക ഭോജ് ബനായ കർത്ത, അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ ആ ഒരു സമയത്താണ് അവരവിടെ ആ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചതുകൊണ്ട് അവർ സമൂഹ സദ്യ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ ഉപദേശങ്ങൾ നൽകുന്നത് വലിയ ആൾക്കാരും അതുപോലെ തന്നെ അത് നടത്തിക്കൊണ്ട് പോകുന്നത് കുട്ടികളുമാണ്. ഇനി അടുത്തത് ഉത്തരാഖണ്ഡിലെ ഹിമാലയ അഞ്ചലിലാണ് ഇത് നടക്കുന്നത്. ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ വരാം, ഇതെവിടെയാണ് നടക്കുന്നത്, പഞ്ചാബാണോ അതുപോലെ തന്നെ നമ്മൾ ഹിമാലയാണോ, ഹിമാലയത്തിൽ എവിടെയാണെന്നൊക്കെ മേ ബി ചോദിക്കാം. അപ്പോൾ ഉത്തരാഖണ്ഡാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചൗത്തി ഗീത് ഗാനെ വാലെ ആത്മീയോം കോ ക്യാ കർത്തേ ഹെ, ചൗത്തി ഗീത് പാട്ട് പാടുന്ന വ്യക്തികളെ നമ്മൾ എന്താണ് വിളിക്കുക, ഔജി എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, മനസ്സിലാക്കിയെടുക്കുക. പിന്നെ അടുത്തത് പശുചാരകരുടെ കാര്യമാണ് പറയുന്നത്. പശുചാരക്
ഒരുപാട് സ്ഥലത്തിലൂടെ കടന്നു പോയിട്ട് അവരൊരുപാട് ഹിമാലയത്തിൽ കാണപ്പെടുന്ന ദുർലഭമായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കരൺ ചുരു, അതുപോലെ തന്നെ കീടാജടി, ഇങ്ങനെ ദുർലഭമായിട്ടുള്ള ഹിമാലയ ഔഷധങ്ങൾ അവർ കൊണ്ടുവരികയും ആ ഒരു ഉത്സവത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഴുതി വെക്കുന്നില്ല എന്നാണ് അതിലെ കാര്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഈ പശുചാരകരാണ് ഹിമാലയ ഔഷധിയാൻ ബൈസ്തിക്കുക. അപ്പോൾ ആരെല്ലാമാണ് ഹിമാലയത്തിൻ്റെ നിന്ന് കിട്ടുന്ന ആ ഒരു ദുർലഭമായിട്ടുള്ള ഔഷധികൾ വിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതി വയ്ക്കാം പശുചാരകാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഔജിമാരെന്ന് പറയുന്നത് ചൗത്തി ഗീത് ഗാനെ വാലെ ആത്മീയോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഫുൾ ദേ ഈ ത്യോഹാറിനെ പറ്റിയിട്ട് ഒരു 5-6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ 4 തിരഞ്ഞെടുത്ത് എഴുതുക. അത് 4 മാർക്കാണ്. അതല്ലെങ്കിൽ അതിൻ്റെ ടിപ്പണി എഴുതാൻ പറയാം. ടിപ്പണി എഴുതാൻ പറയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടത് കേട്ടോ. അതിലെ പോയിൻറ്റ്സ് ഒന്നുകൂടെ പറയാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 3 മലനിരകളെ പറ്റിയിട്ടാണ്. പഞ്ചാചൂലി, ചൗഗമ്പ, നന്ദപർവ്വത്. പിന്നെ ഫ്യോംലി കെ പീലെ ഫുൽ ഗിൽനെ ലഗ്ത, അതുപോലെ സർസോം ക പീലായി പസർ ദേഖ് സക്ത. ഇത് രണ്ടും വസന്തം പൊട്ടിവിരിയാനുള്ള സൈൻ, പൊട്ടിവിരിയുന്നതിനുള്ള ഒരു സൈനായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്താണ് ഫുൾ ദേ ത്യോഹാറിനെ പറ്റി പറഞ്ഞത്. അതിൽ കുട്ടികൾ പൂക്കൾ തിരഞ്ഞെടുത്തിട്ട് ഗാഗരോം കെ ഊപ്പർ, ഒരു മൺകുടത്തിന് മുകളിൽ വെക്കുകയും അത് രാവിലെ എടുത്ത് വീടുകൾ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഏത് വീട്ടിലാണോ അലങ്കരിച്ച് വെക്കുന്നത് അവർ നമ്മൾ നേരത്തെ പറഞ്ഞ ചാവൽ, അതുപോലെ ഗുഡ് ശർക്കര, അതുപോലെ തന്നെ ദാല്, ഇവയെല്ലാം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 21 ദിവസമാണ് ഇവർ ശേഖരിച്ച് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ 21 ദിവസം, എത്ര ദിവസമാണ് ഇവർ ശേഖരിച്ച് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ എഴുതി വയ്ക്കാം 21 ദിൻ, 21 ദിവസമാണ് ശേഖരിച്ച് വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം സാമൂഹിക സദ്യ, സാമൂഹിക ഭോജ് കൊടുക്കുന്നുണ്ട്. അവിടെ ഉപദേശങ്ങൾ നൽകുന്നത് ആരായിരിക്കാം? വലിയ ആൾക്കാരാണ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ബഡോം കി ഭൂമിക കേവൽ സലാഹ് ദേനെ തക് സീമിതി ഹോത്തി ഹെ. വലിയ ആൾക്കാരുടെ പങ്ക് കേവലം ഉപദേശങ്ങൾ നൽകുന്നതുമായിട്ട് പരിമിതപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഹിമാലയ അഞ്ചലിലാണ് നടക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔജിമാരെ പറ്റി പറയുന്നു. ചൗത്തി ഗീത് ഗാനെ വാലെ വ്യക്തിയും കോ ക്യാ കഹത്തെ ഹെ, അതൊരു നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ ആ ഒരു പശുചാരകനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർ ദുർലഭമായിട്ടുള്ള ഔഷധങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ഒരു പാഠഭാഗത്തിൽ കേട്ടോ. അപ്പോൾ ഇതിൽ ചോദ്യം വരെ സഹി പ്രസ്താവ് എഴുതാൻ പറയാം, അല്ലെങ്കിൽ ടിപ്പണി എഴുതാൻ പറയാം, ലേഖകൻ്റെ പേര്, അതുപോലെ തന്നെ കിസ് വിതാക്കി രചന, പാഠഭാഗ നാം ക്യാ ഹെ എന്ന് വേണമെങ്കിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടാവും, അതുപോലെ ലൈവ് സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ നല്ലപോലെ കാണുക, ഫുള്ള് വാച്ച് ചെയ്യുക. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക്